ഏറെ പ്രതീക്ഷയോടെ വിദേശത്ത് ഒരു ജോലി അന്വേഷിക്കുക, അത് കണ്ടെത്തുക, ഏജന്റിന്റെ സഹായത്തോടെ വിദേശത്തേക്ക് പറക്കുക, അവസാനം വിദേശത്ത് നിന്ന് ഏജന്റിന്റെ ചതിക്കുഴിയിൽപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതാകുന്ന നിരവധി ജീവിത കഥകൾ നിങ്ങളും കേട്ടിട്ടില്ലേ? അതുപോലൊരു കഥയാണ് ഇതും. ഇത്തരത്തിൽ സ്പോൺസർമാരെയും ഏജന്റുമാരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നതിന് ഒരു തെളിവ് കൂടിയാണ് ഈ വാർത്തയും. 16 മാസമായി ജോലിയോ ശമ്പളമോ ഇല്ലാതെ ദുരന്തത്തിലായിരുന്ന 3 മലയാളി യുവാക്കളെ നാട്ടിലെത്തിക്കുവാൻ വഴിയൊരുക്കിയിരിക്കുകയാണ് കേളി സാംസ്കാരിക വേദിയുടെ ജീവകാരുണ്യ വിഭാഗം. അക്കൗണ്ട്, അലുമിനിയം ഫാബ്രിക്കേഷൻ, കുക്ക് എന്നീ ജോലികൾക്കായാണ് ആലപ്പുഴ അരൂർ സ്വദേശി രാഹുൽ, കോഴിക്കോട് പെറ്റമൺ സ്വദേശി ജാക്സൺ, മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി മുഹമ്മദ് ഷമീം എന്നിവർ റിയാദിൽ എത്തിയത്. എന്നാൽ സ്ഥാപനം നിലവിലില്ലെന്നും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂവെന്നും ഇവർ അറിഞ്ഞു. കൂടാതെ റിക്രൂട്ട് ചെയ്യപ്പെട്ട തൊഴിലിനുള്ള വിസയില്ല, പകരം കൃഷിപ്പണിക്കുള്ള വിസയാണ് കിട്ടിയതെന്നും ഇത് റിയാദിൽ എത്തിയപ്പോൾ മാത്രമാണ് ഇവർ അറിയുകയും ചെയ്യുന്നത്. ഇവർ പറഞ്ഞ സ്ഥാപനം തുടങ്ങുന്നതുവരെ മറ്റൊരു സ്ഥാപനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നതിനു വേണ്ടി സ്പോൺസർമാർ അവസരമൊരുക്കിയെങ്കിലും ജോലിക്ക് കൊണ്ടുപോകുവാൻ സ്പോൺസർമാർ വരാതിരുന്നതിനാൽ 2 ആഴ്ച മാത്രമേ അവിടെ ജോലി ചെയ്യാൻ സാധിച്ചുള്ളൂ. പിന്നീട് സ്പോൺസർമാർ വല്ലപ്പോഴും വരുമ്പോൾ നൽകുന്ന തുച്ഛമായ തുക കൊണ്ട് 14 മാസം അങ്ങനെ തട്ടിമുട്ടി തള്ളി നീക്കി. തുടർന്നാണ് വഴിതേടി കേളി കലാ സാംസ്കാരിക വേദിയെ സമീപിക്കുന്നതും അതിന്റെ ജീവകാരുണ്യ വിഭാഗത്തിന്റെ ഫലപ്രദമായ ഇടപെടലിലൂടെ ഒടുവിൽ നാട്ടിലേക്ക് പോകാനുള്ള അവസരം ഒരുങ്ങിയതും. കേളി അസീസിയ ഏരിയ ജീവകാരുണ്യ വിഭാഗം കൺവീനർ അലി പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ എംബസിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിസ പരിശോധിച്ചപ്പോഴാണ് യഥാർത്ഥ സ്പോൺസർമാർ അൽ ഖസീമിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലായത്. അൽ ഖസീമിലുള്ള സ്പോൺസർമാരുമായി എംബസി അധികൃതർ ബന്ധപ്പെട്ടപ്പോൾ തൊഴിലാളികളെ തനിക്ക് അറിയില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. തുടർന്ന് എംബസിയുടെ നിർദ്ദേശപ്രകാരം കേളി ജീവകാരുണ്യ വിഭാഗം കൺവീനർ കിഷോറിന്റെ നേതൃത്വത്തിൽ ഇവരുമായി നിരന്തരം ബന്ധപ്പെടുകയും അതിന്റെ ഫലമായി ടിക്കറ്റോ മറ്റ് ആനുകൂല്യങ്ങളോ തന്റെ ബാധ്യത ആകരുതെന്ന ഉറപ്പിന്മേൽ സ്പോൺസർമാർ ഫൈനൽ എക്സിറ്റ് വിസ അടിച്ചു നൽകാൻ തയ്യാറായി. ഫൈനൽ എക്സിറ്റ് അടിച്ചു കിട്ടിയിട്ടും തൊഴിൽ നൽകാമെന്നേറ്റ റിയാദിലെ സ്പോൺസർമാരുടെ കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ടുകൾ തിരിച്ചു കിട്ടുവാൻ 1 മാസത്തോളം സമയം വീണ്ടും നേരിട്ടു. കേളി പ്രവർത്തകരുടെ നിരന്തരമായുള്ള ബന്ധപ്പെടലിനും നിർബന്ധത്തിനും ഒടുവിൽ പാസ്പോർട്ടും വിമാന ടിക്കറ്റിനുള്ള പണവും റിയാദിലെ സ്പോൺസർ എത്തിച്ചതോടെ ഈ യുവാക്കളുടെ 16 മാസത്തെ ദുരന്ത പർവ്വത്തിന് അന്ത്യമായി എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമായാണ് ഈ യുവാക്കൾ ഈ 16 മാസം കാണുന്നത്. അപ്പോഴേക്കും ഒട്ടേറെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഈ ചെറിയ കാലയളവിൽ തന്നെ തിരിച്ചറിഞ്ഞെന്നും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന കേളി കലാ സാംസ്കാരിക വേദിയുടെ എല്ലാ പ്രവർത്തകർക്കും ഹൃദയമറിഞ്ഞ് നന്ദി പറയുന്നുവെന്നും ഇവർ പറയുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഇവർ നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കുമിള പോലെയാണ് ഇപ്പോൾ ഏജന്റുമാരും ട്രാവൽ ഏജൻസികളും ഉള്ളത്. എല്ലാവരും തട്ടിപ്പാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ തട്ടിപ്പ് നടത്തി പണം സമ്പാദിക്കാൻ ഇറങ്ങി തിരിച്ച കുറച്ച് പേരുണ്ട്. അവർ നഷ്ടപ്പെടുന്നത് ഒരുപാട് ജീവിത സ്വപ്നങ്ങളുള്ള കുറേയധികം യുവാക്കളെയും യുവതികളെയുമാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നവർ ഏജന്റുമാർ വഴിയാണ് പോകുന്നതെങ്കിൽ നിർബന്ധമായും അവരുടെ വിശ്വാസ്യത തേടിയിരിക്കണം. പ്രവാസി മലയാളി എന്ന ഈ ചാനലിലേക്കും 1-2 വിളികൾ വന്നു. ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ടിരിക്കുന്നു, കൃത്യമായ തെളിവുകളുണ്ട്, വാർത്ത നൽകണം എന്ന കോളുകളായിരുന്നു ഇത്. ഞങ്ങൾ ആ വാർത്തകൾ പരിഗണിച്ചു വരികയാണ്. എന്തായാലും കുറഞ്ഞ കാലയളവിനുള്ളിൽ പ്രവാസി മലയാളി എന്ന ഈ ചാനൽ സ്വീകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.